ഇറാൻ അമേരിക്ക യുദ്ധം ലോകത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം അത്ര ചെറുതല്ല, നിസ്സാരമായി കാണുവാനും കഴിയില്ല. ഇപ്പോൾ പലയിടത്തും പെട്രോളിനും ഡീസലിനും റേഷനിങ് സമ്പ്രദായത്തിലേക്ക് പോയി എന്നാണ് പുറത്തു വരുന്ന വിവരം. കോട്ട സമ്പ്രദായത്തിലേക്കാണ് പോകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പെട്രോൾ അടിക്കാനായി ഒരു പമ്പിലേക്ക് എത്തുമ്പോൾ അവിടെ പെട്രോൾ അടിക്കുന്ന ആ വ്യക്തി നമ്മളോട് പറയുകയാണ്, സാർ താങ്കളുടെ കോട്ട കഴിഞ്ഞിരിക്കുന്നു, താങ്കൾക്ക് പെട്രോൾ തരാൻ നിർവാഹമില്ല എന്ന് പറയുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒരു സിനിമ കഥയല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യവുമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതിനിടയിൽ ഇന്നലെ ഇന്ത്യൻ ഈ ഓയിൽ കമ്പനികൾ പമ്പുകൾക്കൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ പറയുന്ന ഡീസൽ ആണെന്നുണ്ടെങ്കിൽ 200 ലിറ്റർ വരെ ഡീസൽ ഒരു വാഹനത്തിനും വാഹന ഉടമയ്ക്കും നൽകാവൂ എന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. പെട്രോൾ ആണെങ്കിൽ 5000 രൂപയുടെ വരെ പെട്രോളെ നൽകാവൂ എന്ന്. അതായത് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് മുതലെടുത്തുകൊണ്ട് ഈ പെട്രോളും ഡീസലും വാങ്ങിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ കൂടുതലായി വിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ ഈ റേഷൻ സമ്പ്രദായത്തിലേക്ക് പോയി എന്നുള്ളതാണ് വാർത്ത. പാകിസ്ഥാനാണ് ആകട്ടെ ആഴ്ചയിൽ 15 to 25 ലിറ്റർ പെട്രോൾ ആണ് നൽകുന്നത്. ബൈക്ക് യാത്രക്കാർക്ക് ആഴ്ചയിൽ 5 ലിറ്റർ പെട്രോൾ മാത്രമേ പാകിസ്ഥാനിൽ ലഭിക്കുകയുള്ളൂ. ഇനി ഫ്രാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ QR കോഡ് വഴിയാണ് ഈ പെട്രോളും ഡീസലും മറ്റും അടിക്കുന്നത്. അവിടെ അത് ആഴ്ചയിൽ 15 to 20 ലിറ്റർ പെട്രോൾ മാത്രമാണ് ഒരാഴ്ചയിൽ അവർ ഈ വാഹന ഉടമകൾക്ക് നൽകുകയുള്ളൂ. കാരണം QR കോഡ് ആകുമ്പോൾ രണ്ടാമത് വീണ്ടും ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അവർ ആദ്യം അടിച്ച ആ ഡേറ്റും മറ്റുമൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ അവിടെ 15 to 20 ലിറ്റർ വരെയാണ് ലഭ്യമാകുക. ജർമ്മനിയിൽ അത് 10 ലിറ്ററാണ്. മ്യാൻമാറിൽ ഒറ്റ ഇരട്ട നമ്പറിലേക്ക് മാറിയിരിക്കുന്നു. ഒരു ദിവസം ഒറ്റ നമ്പറിലുള്ള വാഹനങ്ങൾക്കായിരിക്കും പെട്രോൾ അടിക്കുവാൻ കഴിയുന്നത്. അടുത്ത ദിവസം ഇരട്ട നമ്പറുള്ള വാഹനങ്ങൾക്കായിരിക്കും. സ്ലോവേനിയയിലേക്ക് വരുമ്പോൾ ആഴ്ചയിൽ 50 ലിറ്റർ വരെയാണ് ഇതിൽ അടിക്കുവാനുള്ള സാധ്യത. ഈ അവിടുത്തെ ഒരു നിയമം അങ്ങനെയാണ്. ഇതിനിടയിൽ ഒഡീഷയിലെ റൂർക്കലയിലെ ചില പമ്പിലും മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ഉള്ളിടത്തൊക്കെ ബൈക്കിന് 200 രൂപയ്ക്ക് പെട്രോളും കാറിന് 2000 രൂപയ്ക്ക് പെട്രോളും നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു റേഷനിങ് സമ്പ്രദായത്തിലേക്ക് ലോകം തന്നെ പോകുന്നു. ഇത്തരത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലേക്കും അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയും മറ്റും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യൻ ഈ കമ്പനികൾ, എണ്ണ കമ്പനികൾ വലിയ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോഴും ഇന്ത്യയിൽ വില കൂടിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വരുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് സാധാരണ പമ്പുകളിലേക്ക് എത്തുമ്പോൾ വലിയ വിലയ്ക്ക് നൽകേണ്ടി വരും. അത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ റേഷനിങ് സമ്പ്രദായം കൊണ്ടുവരിക, ഒപ്പം തന്നെ കാർ പൂളിംഗ് കൊണ്ടുവരുന്നു, ഓൺലൈനിലേക്ക് ജോലിയും മറ്റും മാറ്റുന്ന ഒരു രീതി, ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന ആ ക്രൈസിസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളും നമ്മുടെ രാജ്യവും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.